നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ICT 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്റർ പോസ്റ്റർ ചിത്രങ്ങളാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ജിംബാണ്. ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ നിർമ്മിക്കുന്നത്. നമുക്ക് ഇവിടെ ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജിംബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യാം. ജിംബ് 2.10. ഇതിൽ ഇടത് ഭാഗത്ത് നമുക്ക് ടൂൾസുകൾ കാണാം, വലത് ഭാഗത്ത് കുറച്ച് അതിൻ്റെ ടൂൾസിൻ്റെ ഓപ്ഷൻസൊക്കെ കാണാം. ഇതാണ് നമുക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതാണ് ലെയർ പാനൽ എന്ന് പറയും. ഈ ലെയർ പാനൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ആദ്യം ഒരു ക്യാൻവാസ് നമുക്ക് നിർമ്മിക്കാം. ക്യാൻവാസ് സൈസ് പറയേണ്ട 600x400. എന്നിട്ട് ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്തിട്ടാണ് ക്യാൻവാസ് നിർമ്മിക്കുക. അതിൻ്റെ സൈസ് 600x400 ആണ്. ജിംബ് എടുത്തു, ഫയലിൽ ന്യൂ എടുക്കുക. ഇതിൽ വിഡ്ത്ത് 600, ഹൈറ്റ് 400 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ കളറാണ്. ഇതിലിവിടെ ഡീഫോൾട്ടായിട്ട് കിടക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് വരും. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ കുറച്ച് ലെയറുകളെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ പശ്ചാത്തല നിറം എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് ജിംബിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒരു നിറം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ള നിറം ഇതാണ്. കണ്ടാൽ ഇവിടെ ഒരു ബ്ലൂ കളറും ഇവിടെ ഒരു വൈറ്റ് കളറുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് നിറങ്ങൾ കൊടുത്താൽ പറ്റും. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേര് ഗ്രേഡിയൻ്റ് എന്ന് പറയും. നമുക്കിതിൽ ജിംബിൽ ഗ്രേഡിയൻ്റ് ടൂൾ നമുക്ക് എടുക്കാം. ഈ ബക്കറ്റ് ടൂളിൻ്റെ തൊട്ടടുത്താണ് ഗ്രേഡിയൻ്റ് ടൂൾ ഉള്ളത്. നമുക്ക് മുന്നത്തെ വർഷങ്ങളിൽ വെച്ചിട്ട് ജിംബിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. ടൂൾസിലാണ് മാറ്റം. ഈ ടൂൾസുകളിലെന്ന് വെച്ചാൽ ഓരോ ടൂളുകളിലും ഒരു ആരോ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളിവിടെ ജസ്റ്റ് മൗസ് കൊണ്ടുവെക്കുമ്പോൾ രണ്ട് ടൂളുകളുടെ പേരാണ് കാണിക്കുന്നത്. ഒന്ന് ബക്കറ്റും ഒന്ന് ഗ്രേഡിയൻറ്റും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇതിൽ കിടക്കുന്നത് ബക്കറ്റാണ്. അപ്പോൾ തൊട്ട് രണ്ടാമത്തെ ടൂള് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ഏത് ടൂളാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. ക്ലിക്ക് ചെയ്ത് കുറേ നേരം അമർത്തുമ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് വരും. അല്ലേ, നമുക്ക് വേണ്ടത് ഗ്രേഡിയൻ്റ് ആയതുകൊണ്ട് ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്തിട്ട് കൈ എടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻ്റ് എന്ന ടൂള് ക്ലിക്കായി കിട്ടും. അതേപോലെ നമുക്ക് ബക്കറ്റാണ് വേണ്ടതെങ്കിൽ ഈ ടൂള് ആ ആരോടെ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ബക്കറ്റ് വരുമ്പോൾ കൈ എടുക്കുക. നമുക്ക് വേണ്ട ടൂള് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് എല്ലാ ടൂളിനും എന്താണ് ബാധകമാണ്. ഇനി നമുക്ക് കളറാണ് വേണ്ടത്. ഒന്ന് ബ്ലൂ കളറും ഒന്ന് വൈറ്റ് കളറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് ഇവിടെയാണ് നമ്മൾ കളർ പാനൽ എന്ന് പറയും. ഇതിൽ ഒന്ന് ബ്ലാക്ക് കളറും ഒന്ന് വൈറ്റുമാണ്. ഒന്ന് ഫോർഗ്രൗണ്ട് എന്ന് പറയും, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. ഇതിൽ ബ്ലാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫോർഗ്രൗണ്ട് കളർ ബ്ലൂ ആക്കാം. ഇനി നമുക്കിവിടെ ബ്ലൂ കളർ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. രണ്ട് ഭാഗങ്ങളാണ് ക്ലിക്ക് ചെയ്യുള്ളത്. ഒന്ന് മെയിൻ കളർ, ഇതിലേത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ്. ഇതിൽ നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുന്നോ ആ കളർ കിട്ടുന്നതായിരിക്കും. ഈ രണ്ട് ഭാഗം ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കറണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് കളർ മാറുകയുള്ളൂ. ഓൾഡ് എന്ന് പറഞ്ഞാൽ പഴയ കളറും കറണ്ട് പുതിയ കളറുമാണ്. ഇതിലിങ്ങനെ താഴോട്ട് വന്നാൽ ബ്ലാക്കും മുകളിലോട്ട് വന്നാൽ വൈറ്റുമാണ് ഷെയ്ഡ് വരുന്നത്. ഇനി ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഗ്രേഡിയൻ്റ് ടൂളാണ്. മുകളിൽ നിന്ന് താഴോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കളർ കിട്ടും. ഇനി നമുക്ക് ഈ സെലക്ഷൻ ടൂൾ എടുക്കാം. ഇനി ഇതിൽ പറഞ്ഞേക്കുന്ന ഓപ്ഷനിൽ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാനാണ് പറയുന്നത്. ഫയലിൽ സേവ് കൊടുക്കുക. തൽക്കാലം ഞാൻ 9th എന്ന് കൊടുക്കുകയാണ്. ടൈപ്പ് ചെയ്തു, സേവ് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം 9th.xcf എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റിലാണ് സേവ് ആവുക. ഇനി ഇതിൽ പറഞ്ഞേക്കുന്ന അടുത്ത് നമുക്കൊരു ചിത്രം ഉൾപ്പെടുത്താനാണ്. ചിത്രം കിടക്കുന്നത് സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 എന്ന ഫോൾഡറിൽ നൽകിയിട്ടുണ്ട്. ഒരു ഫ്രൂട്ട്സ് എന്ന ചിത്രം ഇതവിടെ കാണാം. സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 ഫ്രൂട്ട്സ് എന്ന ചിത്രം നൽകിയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിതിൽ ജിംബ് എടുത്തിട്ട് ചിത്രം തുറക്കാൻ വേണ്ടിയിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുക. ഇടത് ഭാഗത്ത് ഹോം ക്ലിക്ക് ചെയ്യാനാണ് പറയണത്. ഹോം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പേരാണോ സിസ്റ്റത്തിന് കൊടുക്കുന്നത് അതാണ് ഹോം. ഇതിൽ PTMHS എന്നാണ് കൊടുത്തേക്കുന്നത്. നോക്കിയാൽ കണ്ടറിയാം ഹോം PTMHS എന്നാണ്. ഡെസ്ക്ടോപ്പിൻ്റെ തൊട്ട് മുകളിലുള്ള ഏതാണോ അതാണ് നമ്മുടെ ഹോമായിട്ട് വരിക. അത് ക്ലിക്ക് ചെയ്യുക. സ്കൂൾ റിസോഴ്സസ് അവിടെ ഉണ്ടാവും, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലാസ് 9 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് എന്ന ടാബാണ്. അത് ഓപ്പൺ കൊടുത്തു, തുറന്നു വന്നു. ഇനി നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കണം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്കറിയാം വൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ടൂൾ തന്നെ ഉപയോഗിക്കാം. ഇതാ ഇവിടെ 4ാമത്തെ ടൂള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫസി ടൂൾ എന്ന് പറയും. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ബേസിസ് ഓഫ് കളറാണ്. കളർ ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു ആ കളർ ഫുള്ള് സെലക്ട് ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതിൻ്റെ സൗകര്യമാണ്. നമുക്ക് ക്ലിക്ക് ചെയ്താൽ ആ വൈറ്റ് മാത്രമായിട്ട് സെലക്ട് ആവും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാൻ പറ്റും. അതിനിവിടെ ത്രെഷ് നോക്കണം. ഏകദേശം ഒരു 60-70ഓളം കൊടുത്താൽ നന്നാവും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു 68-70 ഞാൻ കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് സെലക്ഷൻ കാണാൻ പറ്റും. അതിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന ഈ ഒരു സെലക്ഷൻ കാണാം. ഇനി നമുക്ക് കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കും. ഡിലീറ്റ് കൊടുക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലത്തെ കളർ വൈറ്റ് ആയതുകൊണ്ട് ഡിലീറ്റ് ആവും. ഇനി നമുക്ക് സെലക്റ്റിൽ നണ്ണ് കൊടുക്കാം. സെലക്റ്റിൽ നണ്ണ് കൊടുത്തതിന് ശേഷം നമുക്ക് എഡിറ്റിൽ കോപ്പി കൊടുക്കാം. എഡിറ്റിൽ എന്ത് കൊടുക്കുക? കോപ്പി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച ഫയലായത് ഇവിടെ ഉണ്ടാവും. ആദ്യത്തെ ഫയലിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു ലെയറുകളുടെ കാര്യം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. പുതിയൊരു ലെയർ ഉണ്ടാക്കാം. അതിന് പുതിയ ലെയറായിട്ട് തന്നെ നമുക്ക് ആ ചിത്രം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എഡിറ്റിൽ പേസ്റ്റ് ആസ് ന്യൂ ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റിൽ പേസ്റ്റ് ആസ് ന്യൂ ലെയർ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വലത് ഭാഗത്ത് നോക്കിയാൽ fruits.png കോപ്പി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതൊരു പുതിയ ലെയറാണ്. ബാക്ക്ഗ്രൗണ്ടും പുതിയ ലെയറും. ഇനി ഇതിൻ്റെ വലിപ്പം ചെറുതാക്കാൻ ഈ ഭാഗത്തായിട്ട് സ്കെയിൽ ടൂൾ ഉണ്ടാവും. ആ സ്കെയിൽ ടൂൾ എടുത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഒന്നിങ്ങനെ ചെറുതാക്കുക. മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഉള്ളിലോട്ട്, അതായത് ഇതാണ് സെൻറ്റർ പോയിൻറ്റ്. നമ്മൾ എവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നത് നേരെ സെൻറ്ററിലോട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ലിങ്ക്ഡ് ആണെങ്കിൽ അൺലിങ്ക് ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെറുതാക്കാം. ലിങ്ക്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ഒരേ ഷേപ്പിൽ ചെറുതാവുള്ളൂ. കണ്ടോ? അത് ഒഴിവാക്കാനായിട്ട് ഈ അൺലിങ്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെറുതാക്കാം. നടുക്കൊരു 4 ബോക്സ് ഉണ്ടാവും. അവിടെ മൗസ് കൊണ്ട് ചെന്നിട്ട് ക്ലിക്ക് ചെയ്താണ് അവിടെ നീക്കുക. അപ്പോൾ നമുക്ക് നീക്കാൻ പറ്റും. നീക്കാൻ അതാണ് ഓപ്ഷൻ ഉള്ളത്. സൈഡ് എവിടെ ക്ലിക്ക് ചെയ്താലും വലുതാവും ചെറുതാവുള്ളൂ. നീക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൻറ്ററിൽ തന്നെ വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നീക്കേണ്ടി വരും. ഇതൊന്ന് ചെറുതാക്കുക. അത്യാവശ്യം ഒന്ന് ചെറുതാക്കിയിട്ട് ഇവിടെ സെൻട്രലായിട്ട് ഏകദേശം വെക്കുക. സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫ്രൂട്ട്സിൻ്റെ ആ പേജ് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ബാക്കി ഓപ്ഷൻസ് എന്ന് നോക്കാം. നമ്മൾ ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഇതിൽ ബാക്ക്ഗ്രൗണ്ടും വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റുമാണ്. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്പിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് ഇവിടെ ഫ്രൂട്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റേഴ്സിൽ കളേഴ്സിൽ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എടുക്കുക. ബ്രൈറ്റ്നസ് ജസ്റ്റ് കൂട്ടി നോക്കിയാൽ നമുക്കറിയാം. കണ്ടോ? ചിത്രത്തിൽ നിന്ന് വരുന്ന മാറ്റം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഒരു കോൺട്രാസ്റ്റൊക്കെ കൂട്ടിയാൽ ചെറിയൊരു തെളിച്ചം വരും. അല്ലാണ്ട് കൂട്ടിയാൽ വൃത്തിയിടാവും. അപ്പം ലേസ്റ്റ് ഒരു ആവശ്യത്തിന് ഓക്കെ കൊടുക്കുക.
ഇനി നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത നമുക്ക് ബോട്ടിലാണ് കൊണ്ടുവരേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അടുത്ത ബോട്ടിൽ നിന്നുള്ള ഫയലിൽ ഓപ്പണിൽ PTMHSൽ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 9ൽ ബോട്ടിൽ എന്ന ചിത്രം ഓപ്പൺ ചെയ്യാം. ഇതിൽ കൺവേർട്ട് ചോദിക്കുന്നുണ്ടാവും. അത് PNG എന്നുള്ളത് മാറ്റി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമില്ല, നമ്മൾ കൺവേർട്ട് കൊടുത്താൽ തുറന്നു വരുന്നതായിരിക്കും. ഇനി നമുക്കിത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടൂളുണ്ട്, പാത്സ് ടൂൾ എന്ന് പറയും. ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇത് ഫുള്ള് സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ പാത്സ് ടൂളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ പാത്സ് ടൂൾ ഉപയോഗിക്കുമ്പോൾ ബോട്ടിലിൻ്റെ ചുറ്റും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോവുക. ശരിക്കും ആ ബോട്ടിലിൻ്റെ ചുറ്റുമാണ് നമ്മളിത് സെലക്ഷൻ വരുന്നത്. കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക. അഥവാ നമുക്കത് എന്തെങ്കിലും തെറ്റ് വന്നാൽ എഡിറ്റിൽ അണ്ടു കൊടുക്കുക. എത്ര തവണ നമ്മൾ എഡിറ്റിൽ അണ്ടു കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് പുറകോട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് അങ്ങനെ പുറകോട്ട് പോകാവുന്നതാണ്. ഇവിടെ തെറ്റ് പറ്റിയുണ്ട്, നമ്മൾ വീണ്ടും അണ്ടു കൊടുക്കുകയാണ്. വീണ്ടും നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകണം. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏകദേശം എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അവസാനിപ്പിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്, അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് പോയിൻ്റ് കൊണ്ട് അവസാനിപ്പിക്കണം. അതിന് ചെയ്യേണ്ട കാര്യം, കീബോർഡിൽ കൺട്രോൾ അമർത്തുക. കൺട്രോൾ അമർത്തുമ്പോൾ ഇവിടെ ഒരു ചിഹ്നം കാണാം, ഒരു വട്ടവും ഇൻറ്റുവും പോലെ. അതേ സ്ഥാനത്ത് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഒരു ലിങ്കിൻ്റെ ഓപ്ഷൻ കാണിക്കും, 2 വളയം പോലെ, അതാണ് ലിങ്ക്. അപ്പം സ്റ്റാർട്ട് ചെയ്ത അതേ പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ അമർത്തിയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ക്ലോസ് ആവും. കൺട്രോൾ അമർത്തിയിട്ട് ആദ്യത്തെ പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് സെലക്റ്റിൽ ഫ്രം പാത്ത് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സെലക്ഷൻ കാണാൻ പറ്റും. എന്നിട്ട് എഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി കൊടുക്കുക. നമ്മൾ വീണ്ടും അതേപോലെ പഴയ പോലെ തിരിച്ചിവിടെ വന്ന് പുതിയൊരു ലെയർ ഉണ്ടാക്കാം. ലെയറിൽ ന്യൂ ലെയർ കൊടുക്കുക. ഇവിടെ നമുക്ക് റെക്റ്റാങ്കിളിന് പകരം ബോട്ടിൽ എന്ന് കൊടുക്കാം. ഓക്കെ. നമുക്കിവിടെ നോക്കിയാൽ ഫ്രൂട്ട്സും ബോട്ടിലും കാണാം. ഈ ബോട്ടിൽ നിന്നുള്ള പുതിയ ലെയറിലാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കുക. നമുക്കിവിടെ ബോട്ടിൽ കാണാം. ഇനി നമ്മളിത് സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ഇവിടെ കാണാം. സ്കെയിൽ ടൂൾ ഉപയോഗിച്ചൊന്ന് ചെറുതാക്കുക. സ്കെയിൽ ടൂൾ. ഇത് നമുക്കിവിടെ നോക്കിയാൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് സെലക്ഷൻ കാണാം, ഇങ്ങനെ ഒഴുകുന്ന പോലെ കാണാം. അത് നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ വലതുഭാഗത്ത് കാണാം ഫ്ലോട്ടിംഗ് സെലക്ഷൻ. ആ ഫ്ലോട്ടിംഗ് സെലക്ഷൻ ഒഴിവാക്കാൻ ഇവിടെ താഴെ ആങ്കർ ദ ഫ്ലോട്ടിംഗ് ലെയർ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിലൂടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിരുന്നു, ഒരു ബോട്ടിലൂടെ ഇതേപോലെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ബോട്ടിലൂടെ വരുന്നതായിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് ബോട്ടിൽ കോപ്പി എന്ന് കാണാം. ഇനി നമ്മളിത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബോട്ടിൽ കാണാവുന്നതായിരിക്കും. അതൊന്ന് ചെറുതാക്കിയിട്ട് ഇവിടെ വലതുഭാഗത്തോ എവിടെയായാലും വെച്ചോ ഒന്ന് വെക്കുക. സ്കെയിൽ കൊടുക്കുക. 2 ബോട്ടിൽ കഴിയും. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്നുള്ളത് നോക്കി വെക്കാം. അടുത്ത ടെക്സ്റ്റ് കൊടുക്കാനാണ്. കൊടുക്കേണ്ടത് ഫ്രൂട്ട് ഫെസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജിംബ് എടുത്തിട്ട് ടെക്സ്റ്റ് ടൂളിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് സൈസ് ഏകദേശം ഒരു 40 35 മതിയാവും, 36 മതിയാവും. എന്നിട്ട് കളറാണ് പ്രത്യേകം. കളർ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് വൈറ്റ് ആക്കാം. ഓക്കെ കൊടുക്കുക. വൈറ്റും ടെക്സ്റ്റ് 36 ആയി.
ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ലെയറായിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെയറിൽ ന്യൂ ലെയർ എടുക്കുക, ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് 36 ഇതൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രൂട്ട് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് FRUIT ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് കൊടുക്കുക. ഇതിന്ന് അഥവാ ഇതിന് സൈസ് വ്യത്യാസമോ എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ടൂൾ തന്നെ ഇവിടെ ഒരു 3 തവണ ക്ലിക്ക് ചെയ്യുക. കണ്ടപ്പോൾ സെലക്ഷൻ വരും. എന്നിട്ട് ഈ 36 കുറച്ച് സൈസും കുറയ്ക്കാം, കളർ മാറ്റണമെങ്കിൽ മാറ്റാം, ബോൾഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണേലും ചെയ്യാവുന്നതാണ്. ശരി, 36 കൊടുത്താൽ മതിയാവും. കളർ വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം സെലക്ഷൻ ചെയ്തതിന് ശേഷം. ഇനി നമുക്കിതിനെ അടുത്ത ഇതിൽ വന്നേക്കുന്നത് നോക്കി നോക്കാം. ടെക്സ്റ്റ് കൊടുത്തു. ഇനി ഇതിന് അക്ഷരങ്ങൾക്ക് നിഴലുകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്കെങ്ങനെ അതിൽ കൊടുക്കാം? നിഴൽ കൊടുക്കാൻ ഇവിടെ പറയണത് ബ്ലറിൽ ഫിൽറ്റേഴ്സിൽ ബ്ലർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ടെക്സ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അറിയാം ഓരോ ലെയറായിട്ട് കാണാം. ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ഫ്രൂട്ട്, ബോട്ടിൽ കോപ്പി, ടെക്സ്റ്റ്, പിന്നെ ഫ്രൂട്ട് ഫെസ്റ്റ്. അപ്പോൾ ഈ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ളത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 2 ഫ്രൂട്ട് ഫെസ്റ്റ് കാണാം. ഇതിൽ നമ്മൾ മുകളിലത്തേന് നമ്മൾ എന്ത് ചെയ്തു? ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ ത്രിബിൾ 3 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെലക്ട് ആവും. ഇതിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് മാറ്റി. ഇനി ബ്ലാക്കിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ടെക്സ്റ്റിനെ പുറകിലേക്ക് ആക്കണം. നമുക്ക് വേണ്ട നിഴലാണ്. അപ്പോൾ മുകളിൽ കാണുന്ന ടെക്സ്റ്റ് ബ്ലാക്ക് ആയിട്ട് കാര്യമില്ല, അത് പുറകിലേക്ക് വരണം. അപ്പോൾ നമ്മളിവിടെ താഴെ ഈ റൈറ്റ് സൈഡിൽ ലെയറുകളുടെ പാനൽ ഇതാ ഇവിടെ ഒന്ന് കാണാം. ഒന്ന് ഇതാ റേസ് ദ ലെയറും ലോവർ ദി ലെയറും ഇവിടെ നോക്കിയാൽ കാണാം. ആരോസ് കാണാം. ഇത് മുകളിലേക്കും ഇത് താഴേക്കുമാണ്. നമുക്ക് മുകളിലുള്ള ഈ ലെയറിനെ ഇതിൻ്റെയും താഴെ എത്തണം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകും. ഇനി അതിന് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നീക്കാം. അത് നീക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സെലക്ഷൻ വരാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് സെലക്ഷൻ വരാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് മാത്രമാണ് ഇത് നീക്കാൻ പറ്റുള്ളൂ. ഏകദേശം ആ ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യണം. അഥവാ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ Shift+ അമർത്തി കഴിഞ്ഞാൽ കുറച്ച് സൂം ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അടുത്ത് കാണാം. Shift+ അമർത്തിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നീക്കാം. അപ്പോൾ ഏകദേശം ഷാഡോ വരുന്ന നമുക്കറിയാലോ, ഇങ്ങനെയാണ് വരിക. അതേപോലെ ഏകദേശം ആക്കി വെക്കുക. ഷാഡോ പോലെ ചെറുതായിട്ടൊരു ഷാഡോ പോലെ ആക്കാം. ഇനി നമുക്ക് തൊട്ട് മുകളിലുള്ള അതിനെ സെലക്ട് ചെയ്യാം, ബ്ലാക്കിനെ. ഈ ബ്ലാക്കാണ് നമുക്ക് ഷാഡോ കൊടുക്കേണ്ടത്. അപ്പോൾ ബ്ലാക്കിനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇനി സൂം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് അമർത്തുക. വെറും മൈനസ്, കീബോർഡിൽ വെറും മൈനസ് അമർത്തി കഴിഞ്ഞാൽ പുറകോട്ടാവും. Shift+ അമർത്തിയാൽ സൂം ആവും. ഇനി നമുക്കിത് വേണ്ടത് ആ ഒരു ഷാഡോ എഫക്റ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മളതിന് ഫിൽറ്റേഴ്സിൽ ബ്ലറിൽ ഗോസിയൻ ബ്ലറാണ് കൊടുക്കേണ്ടത്. ഇതിൽ സെലക്ഷൻ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിത് ക്യാൻസൽ കൊടുത്തിട്ട് രണ്ടാമത്തെ ഫ്രൂട്ട് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റേഴ്സിൽ ബ്ലറിൽ ഗോസിയൻ ബ്ലർ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഏതാണ് സെലക്ഷൻ എന്നുള്ളത്. അഥവാ സെലക്ഷൻ മാറിയാൽ ജസ്റ്റ് ക്യാൻസൽ കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലിതാ നമുക്ക് ഒരു ഏകദേശം നമുക്ക് എത്രത്തോളം ഷാഡോയുടെ എഫക്റ്റ് വേണമെന്നുള്ളത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞു. അടുത്ത നമുക്കിതിൽ അത് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ ബട്ടങ്ങൾ കാണാം. ഇത് കൊടുക്കാം നമുക്ക് ആദ്യം. ഈറ്റ് വെൽ ലിവ് വെൽ എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കണം. അതിന് നമ്മൾ ഇതെടുത്തു, ഒരു ലെയർ കൂടെ ഉണ്ടാക്കാം. ഇതിൽ ലെയറിൽ ലെയർ കൊടുത്തു, ടെക്സ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് കൊടുക്കും. റെക്റ്റാങ്കിൾ കൊടുത്തു, ഓക്കെ കൊടുത്തു. നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ആയതിന് ശേഷം നമുക്കിവിടെ ടൂൾ ബോക്സിൽ ഇവിടുന്ന്
റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിനുള്ളിൽ എന്ത് ചെയ്യണം, കളർ ഫില്ല് ചെയ്യണം. അതിന് നമുക്കിവിടെ രണ്ടും വൈറ്റ് കളറായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുന്ന് ഈ ഗ്രേഡിയൻറ്റ് ടൂൾ മാറ്റിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ബക്കറ്റ് ടൂളാക്കുക. നമുക്കിവിടെ രണ്ടും വൈറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ ക്ലിക്ക് ചെയ്താൽ വൈറ്റ് ആവും. അഥവാ കളർ മാറിയെന്ന് തോന്നുകയാണെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയാൽ മതി. എന്നിട്ട് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ കളർ ആയിക്കോളും. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ വൈറ്റ് കളറാണ് വന്നത്. എന്നിട്ട് അഥവാ കളർ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ നേരത്തെ മാറ്റിയ പോലെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബക്കറ്റ് ടൂൾ എടുത്തിട്ട് വരച്ചാലും മതിയാവും. ഇനി നമുക്കിതിൻ്റെ ഒരു ഷാഡോ വേണം. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിനൊരു ഷാഡോ ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഷാഡോ കൊടുക്കാം. ഷാഡോ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഇതൊരു ഫ്ലോട്ടിംഗ് സെലക്ഷനാണ്, ഇത് ഒഴിവാക്കണം. അതിന് നമ്മൾ ആദ്യം ഇവിടെ സ്കെയിൽ ടൂൾ എടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ചെയ്തതിന് ശേഷം കറക്റ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് അങ്ങോട്ടൊന്ന് നീക്കി വെക്കണം. സ്കെയിൽ ചെയ്യുക. കറക്റ്റ് പൊസിഷൻ ആയതിന് ശേഷം ഇവിടെ നോക്കിയാൽ ഫ്ലോട്ടിംഗ് സെലക്ഷൻ ഉണ്ടാകും. ഈ ഫ്ലോട്ടിംഗ് സെലക്ഷനും ഒഴിവായാൻ വേണ്ടിയിട്ട് ഇവിടെ ആങ്കർ ചെയ്യണം. ഇപ്പം അത് കറക്റ്റ് ഇവിടെ ഫ്ലോട്ടിങ്ങും സെലക്ഷനും ഒഴിവായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലോട്ടിംഗ് സെലക്ഷൻ ഒഴിവാൻ ആങ്കർ ചെയ്താൽ മാത്രമാണ് ഇങ്ങനെ വരുള്ളൂ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ റെക്റ്റാങ്കിളിൽ ഫിൽറ്ററിൽ ലൈറ്റ് ആൻഡ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഷാഡോ കാണും. ഈ ഷാഡോ കിട്ടണമെങ്കിൽ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വെറുതെ നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഷാഡോ കൊടുക്കാൻ പറ്റില്ല. ഈ സെലക്ഷൻ ഒഴിവായതിന് ശേഷം മാത്രമേ ഷാഡോ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുറച്ച് നോക്കാം. ഷാഡോ ഇതിൽ ഒപ്പാസിറ്റി വേണമെങ്കിൽ കൂട്ടാം. ചെറുതായിട്ടൊരു ഷാഡോ കാണാൻ പറ്റും. എങ്ങടെ ഷാഡോ വേണ്ടതെന്ന് വെച്ചാൽ അതാക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് എടുക്കാം. വേണമെങ്കിൽ ഈ റെക്റ്റാങ്കിളിൽ തന്നെ ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേറെ ലെയർ എടുത്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് തൽക്കാലം ലെയർ എടുത്ത് കൊടുക്കാം. ന്യൂ ലെയർ കൊടുക്കുക, ടെക്സ്റ്റ് 2 എന്നുള്ളത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ടെക്സ്റ്റ് 2 ആയി. ഇനി നമ്മളിവിടുന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ കളർ നമുക്കിവിടെ വേണ്ടത് ഒരു ടെക്സ്റ്റിൽ നോക്കിയാൽ അറിയാം, ഒരു ബ്ലൂ കളറാണ്. ബ്ലൂ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ. നമുക്കിവിടുന്ന് കളർ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏകദേശം ഇതേപോലെ ഡാർക്കോ കളറോ പോലെ വല്ലതും കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. 36 എന്നുള്ളത് വേണമെങ്കിൽ കുറയ്ക്കാം, ഇതൊക്കെ ആക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈറ്റ് എന്നുള്ളത് ഈ മാത്രമാണ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയിട്ട് EAT, ഈറ്റ് വെൽ, ലിവ് വെൽ. അഥവാ ഇതിൻ്റെ സൈസ് വലുതായി തോന്നുകയാണെങ്കിൽ പ്രശ്നമില്ല. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ 3 തവണ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, 3 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ടെക്സ്റ്റും സെലക്ട് ആവും. ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ചാൽ മതിയാവും. വേറെ എവിടെയും പോയി ക്ലിക്ക് ചെയ്യരുത്, ഇവിടെ തന്നെ 3 തവണ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു 25 26 കുഴപ്പമില്ല. ഇത് അതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. അതായി. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ ഭാഗം നോക്കി വെക്കാം. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഇവിടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതും ഇതേപോലൊരു ബോക്സ് നമുക്ക് വരയ്ക്കാം. ഇപ്പം ഫ്രൂട്ട്സായി, ഇതായി, ഷെയ്ഡായി. ഇനി നമുക്കിവിടെ ഒരു ബോക്സ് വരയ്ക്കാം. നമുക്കൊരു ബോക്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരു ലെയർ ഉണ്ടാക്കാം. ലെയറിൽ ന്യൂ ലെയർ എടുക്കുക, റെക്റ്റാങ്കിൾ 2 എന്ന് കൊടുക്കാം. ഓക്കെ കൊടുത്തു. നമുക്ക് റെക്റ്റാങ്കിളായി, റെക്റ്റാങ്കിളിൻ്റെ ലെയറായി. ഒന്ന് സൂം ഔട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ എടുക്കുക. ഇവിടുന്ന് റെക്റ്റാങ്കിൾ സെലക്ട് എടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം ഏകദേശം ഫുള്ളാക്കണം. ഇങ്ങനെ ഏകദേശം 2 ഭാഗങ്ങളും ക്ലിയർ ആക്കണം. ക്ലിയർ ആക്കിയിട്ട് നേരത്തെ എടുത്ത പോലെ ബക്കറ്റ് ടൂൾ എടുക്കുക, ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ കളർ മാറിക്കണം. അപ്പോൾ എഡിറ്റിൽ അൺഡു കൊടുക്കുക,
നമ്മുടെ കളർ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ഫോർഗ്രൗണ്ട് കളർ എടുത്തിട്ട് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് ആക്കുക. ഓക്കെ കൊടുക്കുക, കളർ ഫില്ല് ചെയ്യാം. അത് നമുക്ക് ആ ടെക്സ്റ്റിൽ നോക്കിയാൽ തന്നെ അറിയാം അതിനും ഒരു ഷാഡോ ഉണ്ട്. അപ്പോൾ നമ്മൾ അതേ പ്രവൃത്തി വീണ്ടും ചെയ്യേണ്ടതാണ്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്കിതിനെ ഇവിടുന്ന് നമുക്ക് സ്കെയിൽ ടൂൾ എടുക്കാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തു, സ്കെയിൽ ചെയ്തു, സ്കെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ആങ്കർ ചെയ്തു. കുറച്ചുകൂടി പുറത്തേക്ക് വരാണ്ട് ആങ്കർ ചെയ്തു. ഇനി നമുക്ക് ഈ മൂട്ടോൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിനൊരു നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഷാഡോ കൊടുക്കാൻ പറ്റും. ഫിൽറ്റേഴ്സിൽ ലൈറ്റ് ആൻഡ് ഷാഡോയിൽ ഡ്രോപ്പ് ഷാഡോ കൊടുക്കുക. നോക്കിയാൽ നമുക്ക് കാണാം രണ്ട് ഭാഗത്തും ഷാഡോ കാണുന്നുണ്ട്. എത്രയെന്ന് വെച്ചാൽ ഷാഡോ നമുക്ക് കൊടുക്കാം. ഇനി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മുകളിലേക്കാണ് വന്നേക്കുന്നത്. പുറകിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഇതിനെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്കിവിടെ മുകളിലേക്ക് പോകാൻ റേസും ഇത് ലോവറും അതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് പോകാൻ പറ്റും. അത് ഏകദേശം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ രണ്ട് ആരോസ് കാണാൻ പറ്റും, ശ്രദ്ധിച്ചാൽ മതി. ഇത് മുകളിലേക്കും താഴേക്കും. അപ്പോൾ നമുക്ക് വേണ്ട ആംഗിൾ വേണ്ട ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, താഴേക്കും കൊണ്ടുപോകും. അപ്പോൾ ഏകദേശം ഫ്രൂട്ട്സിൻ്റെ താഴെ ആവാനാണ് നമ്മൾ നോക്കേണ്ടത്. ഏകദേശം ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് റെക്റ്റാങ്കിൾ 2 വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ താഴെ ഒരു ബാക്കിയുള്ള ഭാഗം കൂടി കൊടുക്കണം. ഒരു നേച്ചർ ക്ലബ്ബും GHS സ്കോപ്പും കൊടുക്കാണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇത് ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെയൊക്കെ ആയിട്ടൊരു വട്ടം കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ അറിയാം വലിയൊരു എലിപ്സാണ് വരഞ്ഞേക്കണേ. അപ്പോൾ നോക്കി നോക്കാം. ഇനി നമ്മളിവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നെ ക്ലിക്ക് ചെയ്താൽ എലിപ്സ് വരും. നമ്മൾ നേരത്തെ ഇതുവരെ റെക്റ്റാങ്കിളാണ് വരച്ചിരുന്നത്. എലിപ്സ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു ലെയർ ഉണ്ടാക്കുക. ആദ്യം ഇതിൽ ലെയറിൽ ന്യൂ ലെയർ എടുക്കുക, സർക്കിൾ എന്നെല്ലാം കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സർക്കിൾ വരച്ചിട്ട് നമുക്കൊരു ഇങ്ങനൊരു എലിപ്സ് വരയ്ക്കാം. ഒരു ഷേപ്പാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഏകദേശം അതേപോലെ ഒരു എലിപ്സ് വരയ്ക്കുക. അതിന് നമുക്ക് തന്നെ അറിയാം കളർ എന്താണെന്നുള്ളത്. ഏകദേശം ഒരു ബ്ലൂ കളറാണ്. ഏകദേശം ഒരു ബ്ലൂ കളർ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം. നമുക്കിതേപോലൊരു ഷെയ്ഡ് വരുന്നതായിരിക്കും. കുറച്ചുകൂടി ലൈറ്റാണിത്, വരച്ച കുറച്ച് ഡാർക്കായിപ്പോയി. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഇത് വരച്ച് കഴിഞ്ഞു. നമുക്ക് എലിപ്സ് ടൂൾ എടുത്താൽ കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യം നോക്കാം. നമുക്കിതിന് GHS സ്കോപ്പും വേണം, നേച്ചേഴ്സ് ക്ലബ്ബും വേണം. ഇവിടെ രണ്ട് എലിപ്സ് കൂടെ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ആ രണ്ട് എലിപ്സ് കൂടി നമുക്കിവിടെ വരയ്ക്കാം. ചെറുതായിട്ടൊരു എലിപ്സ് വരയ്ക്കാം. ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഷേപ്പാണ്. നോക്കിക്കഴിഞ്ഞാൽ ചെറിയ എലിപ്സാണ്, നമുക്കൊന്നുകൂടി ചെറുതാക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോലെ ചെറിയ ലൈൻ. അതിൻ്റെ കളർ ഇതേപോലെ നമുക്ക് ഒന്നുകൂടി ലൈറ്റാക്കി കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ കൊടുത്തു, ബക്കറ്റ് കൊടുത്തു. ഒന്നുകൂടി നമുക്ക് ലൈറ്റ് കുറച്ചുകൂടി ലേശം ഡാർക്കാക്കിയിട്ട് കൊടുക്കാം, വ്യത്യാസം വരാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് രണ്ടാമതൊരു സർക്കിളും അതേപോലെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇതേപോലെ വരയ്ക്കാവുന്നതാണ്.
അത് നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. വീണ്ടും ഒരു എലിപ്സ് എടുക്കുക, ഇതേപോലെ വരയ്ക്കുക. അതിന് ഇതേപോലെ കളർ മാറ്റി മാറ്റി കൊടുക്കുക. ചിലപ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോ തവണ കൊടുത്ത് നോക്കുക. കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുള്ളൂ. ഏകദേശം കളർ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി നോക്കുക. എന്നിട്ട് ബക്കറ്റ് എടുത്തുനിന്ന് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ചതിൽ ഇത് രണ്ടാമത്, ഇത് ആദ്യമായി മാറി. അപ്പോൾ നമുക്കൊന്ന് ഒന്നുകൂടി വരയ്ക്കാം. ഇതിൽ എലിപ്സ് എടുത്തു, വീണ്ടും ഇങ്ങനെ വരച്ചു, ബക്കറ്റ് എടുത്ത് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വരയ്ക്കാനത് സർക്കിൾ എടുത്ത് എലിപ്സ് എടുത്ത് വരയ്ക്കാനാണ്. ഇവിടുന്ന് എലിപ്സ് എടുത്തു, ആദ്യം കളർ എടുത്തു, ആദ്യം എന്താ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. അത് ഈ പറഞ്ഞ പോലെ ബക്കറ്റ് കൊടുത്തു, കളർ കൊടുത്തു. രണ്ടാമത് ഇതേപോലെ വേണമെങ്കിൽ ഒരു ലെയർ നമുക്ക് ഉണ്ടാക്കാം. ലെയർ ഓരോന്നിനും ഓരോ സർക്കിൾ വരച്ചാൽ നന്നാവും. വീണ്ടും ഒരു സർക്കിൾ വരച്ചു, വീണ്ടും എലിപ്സ് എടുത്തു, ചെറിയൊരു സർക്കിൾ വരച്ചു, അതിന് ഇതേപോലൊരു കളർ കൊടുത്തു. ഇനി ഇത് പുറകിൽ വരുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ താഴേക്കാക്കി. ഓക്കെ, ഇനി അടുത്ത് നമ്മളിതിൽ കൊടുക്കാനുള്ളത് നേച്ചർ ക്ലബ്ബാണ്. അത് ഇതേപോലെ ടെക്സ്റ്റ് ടൂൾ എടുത്ത് നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റ് ടൂൾ എടുത്തു, ഇവിടാണ് നേച്ചർ ക്ലബ്ബ് എന്നുള്ളത് കൊടുക്കുന്നത്. അതിൽ നേച്ചർ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിട്ട് നേച്ചർ ക്ലബ്ബ് എന്ന് ടൈപ്പ് ചെയ്തു. ഇതിൻ്റെ കളർ നമുക്കിതിൽ കൊടുത്തേക്കുന്നത് ബ്ലൂ കളറാണത്, ഏതായാലും വിഷയമല്ല. ഇനി മൂവ് ടൂൾ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഒന്ന് നീക്കി വെക്കാം. ഇവിടെ കുറച്ച് സ്ഥലം വേണ്ടതായിരുന്നു. നമുക്കതിന് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് അതേപോലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ GHSS കൊപ്പം എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, ഫുള്ള് സെലക്ട് ചെയ്യുക, സൈസ് ഒന്ന് മാറ്റുക. സൈസൊക്കെ ഇവിടെ നിന്ന് കുറയ്ക്കാം. കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. നമുക്കിതിലുള്ള കളറ് ബ്ലാക്കാണ്, നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ കൊടുത്തു, സൈസൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ഇനി അത് കാണണമെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരണം. അതുകൊണ്ട് നമ്മളിവിടുന്ന് ഏറ്റവും മുകളിലേക്ക് എത്തിച്ചു സൈസ് ഒന്നുകൂടി ഒന്ന് കുറയ്ക്കാം. UHSS കൊപ്പ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു അങ്ങോട്ടിട്ടൊന്ന് നീക്കി വെക്കാം. ഷിഫ്റ്റ് പ്ലസ് ചെയ്ത് നമുക്ക് ഏകദേശം സൂം ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, മൗസിൽ സെൻറ്റർ ബട്ടൺ, സ്ക്രോളിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ നീക്കാൻ പറ്റും. ഷിഫ്റ്റ് പ്ലസ് ചെയ്ത് നമുക്ക് ഏകദേശം ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാം. വേണമെങ്കിൽ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് സ്കെയിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇനി ഇതിൽ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് നീക്കി വെക്കാം. ഇനി ഇതിൽ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യാൻ ഫയലിൽ എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. അതിൽ എക്സ്റ്റൻഷൻ PNG ഒക്കെ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഫയലിൽ എക്സ്പോർട്ട് ആസ് എടുക്കുക. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഈ ഡെസ്ക്ടോപ്പ് എടുക്കുക. നമുക്ക് ഏകദേശം ഒരു ഫയലിൽ എക്സ്പോർട്ട് ആസ് എടുക്കുക. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ 9th തന്നെ കൊടുത്തു, എക്സ്പോർട്ട് കൊടുത്തു.
അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. നമ്മളിതിൽ കൊടുത്തേക്കുന്ന പോലെ ബൈ എക്സ്റ്റൻഷൻ എന്നിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് PNG അതൊക്കെ കൊടുക്കേണ്ടത്. തൽക്കാലം ഇപ്പോൾ ഇത് PNG ആയിട്ടാണ് കിടക്കുന്നത്. എക്സ്പോർട്ട് കൊടുക്കുക. നമുക്കിത് മിനിമൈസ് ചെയ്തിട്ട് നോക്കി വെക്കാം. ഇതിൽ ഏകദേശം ഇതവിടെ ഹോം ഉണ്ടാവും. ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സിൽ PNG ആയിട്ട് നമ്മുടെ വർക്ക് നമുക്ക് PNG ആയിട്ട് കാണാവുന്നതാണ്. അതോടെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു.